ഞാൻ വിളിക്കാം കേട്ടോ. All of you, good morning. Morning, Miss. Good morning. How are you? Fine, Miss. Fine, Miss. How are you? All are fine there. All are fine there? Yes, ma'am. Okay. And today we are going to study about, now we are starting reporter speech. Did you follow me? Yes. And then Megha, can you hear me? Yes, What Miss. I'm saying? നമുക്ക് എന്താണ് കുറച്ച് ഇംഗ്ലീഷൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾക്ക് എന്ത് ആവശ്യമുണ്ട്, ഇംഗ്ലീഷ് അല്ലെ, നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ സാധിക്കുള്ളൂ, ഇംഗ്ലീഷ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ, ഇല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. നമ്മള് മലയാളം എന്തുകൊണ്ടാണ് ഇത്ര ഫ്ലുവന്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത്? എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടോ മിസ്? നമ്മളല്ലേ, we are always using that language അല്ലെ, in our daily life, in every minute and every day and every minute we are using that language അല്ലെ. Then we got a proficiency in that language അല്ലെ. നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ആ ലാംഗ്വേജിൽ പ്രൊഫഷൻസി കിട്ടിയത് അല്ലെ. If not, we are not using that language അല്ലെ, that English or Hindi or another languages, then we did not get any proficiency in that language അല്ലെ. നമുക്ക് ആ ലാംഗ്വേജിൽ പ്രൊഫഷൻസി കിട്ടോ? No അല്ലെ, never will get any proficiency in that language അല്ലെ. നമുക്ക് ഒരു തരത്തിൽ നമുക്ക് ആ ലാംഗ്വേജ് കിട്ടാനുള്ള സാധ്യതയില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പോട്ടെ. ഇന്നല്ലേ നിങ്ങളുടെ ബാച്ച് അവസാനിക്കുന്നത്? Yes, ma'am. Yes, ma'am. Okay, then കുറച്ച് മുമ്പ് കൂടി ആയിരുന്നെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് നമുക്ക് കുറച്ച് ലാംഗ്വേജ് ഒക്കെ പ്രൊഫഷൻസിയിലേക്ക് പോകായിരുന്നു. എനിവേ, we didn't get any chance to meet nearly time. Then I am going to start a reporter speech. What is the meaning of reporter speech? എന്താണ് റിപ്പോർട്ടർ സ്പീച്ച്? എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് റിപ്പോർട്ടർ സ്പീച്ച്? റിൻസി, can you hear me? What I am saying? Haridahari, can you hear me? ഞാൻ വെളിയിലായിരുന്നു, ക്ലാസ്സിൽ കയറിയെന്നേ ഉള്ളായിരുന്നു. എന്താ റിൻസി, കേട്ടില്ല? ഞാൻ വെളിയിലായിരുന്നു, അപ്പൊ ക്ലാസ്സിൽ കയറിയെന്നേ ഉള്ളായിരുന്നു. ഓക്കെ. അപ്പോ റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെ, ആ വ്യക്തി he's saying a thing or idea to he make a conversation to B അല്ലെ. എന്താണ് അയാൾ ആരോട് സംസാരിക്കുന്നു? ബി എന്ന വ്യക്തിയോട് സംസാരിക്കുന്നു അല്ലെ. ഞാനും നിങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒരു എന്താണ് കോൺവെർസേഷൻ അല്ലെ, ഒരു സംഭാഷണം നമ്മൾ നടത്തുകയാണ് അല്ലെ. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആര് കേൾക്കുന്നു? സി എന്ന് പറയുന്ന ഒരു വ്യക്തി കേൾക്കുന്നു അല്ലെ. അനദർ പേഴ്സൺ ഈസ് ഹിയറിംഗ് അബൌട്ട് ദാറ്റ് കോൺവെർസേഷൻ അല്ലെ. അയാൾ അതിനെ കുറിച്ച് കേട്ടിട്ട് he is saying to other person, മറ്റൊരു പേഴ്സണായ ഡിയോട് he is converting that conversation അല്ലെ. അയാൾ എന്ത് ചെയ്യുന്നു? ആ കോൺവെർസേഷൻ കൺവേർട്ട് ചെയ്ത് പറയുന്നു അല്ലെ. അപ്പോ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് പറയുന്ന സമയത്ത്
ആ സബ്ജക്റ്റിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടാകുന്നു. നമുക്ക് എന്താണ് സ്കൂളിൽ പഠിക്കുന്ന പോലെ ഇങ്ങനെ പഠിച്ചു പോകാനൊന്നും പറ്റില്ല അല്ലെ? ലാംഗ്വേജസിന്റെ അല്ലെങ്കിൽ വെർബ്, സബ്ജക്റ്റ്, അതിന്റെ മാറ്റങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് ഒരു ഇതിൽ അങ്ങോട്ട് പഠിച്ചു പോകാനായിട്ട് ഒരുപാട് ടൈം ഒക്കെ എടുക്കും അല്ലെ? പക്ഷെ നമ്മൾക്ക് സാധിക്കുന്ന, ഇപ്പൊ ഞാനിവിടെ നോട്ട് തന്നിട്ട് എല്ലാവരും കണ്ടില്ലേ? ആ നോട്ട് ഒന്ന് നോക്കിയേ, കണ്ടു അല്ലെ? എല്ലാവരും ശ്രദ്ധിച്ചില്ലേ? All of you listen. All of you Yes, listen miss. that. Oh, Yes, yes. ma'am. Okay. Report a speech. There are two ways to reporting what a speaker has said. അല്ലെ? എന്താണ് ഒരു സ്പീക്കർ പറഞ്ഞത്, അതെന്ത് ചെയ്യാണ്? റിപ്പോർട്ടിങ് അല്ലെ? ദാറ്റ് ഇസ് റിപ്പോർട്ടിങ് അല്ലെ? എന്താണ് അത്? റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോ റിപ്പോർട്ടർ സ്പീച്ചിന്റെ രണ്ട് ഭാഗങ്ങൾ വെച്ച് there is a two part. The first is direct speech and another is indirect speech അല്ലെ? അതായത് നേരിട്ട് പറയുന്ന ഒരു കാര്യം അല്ലെ, ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന കാര്യം മറ്റൊരാൾ കേട്ടിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് അത് പറയുന്നു അല്ലെ? ഇൻഡയറക്റ്റ് സ്പീച്ച് മീൻസ് റിപ്പോർട്ടർ സ്പീച്ച് അല്ലെ? അപ്പോ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് അത് പറയുകയും ചെയ്യുന്നു എന്നാണ്. ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിപ്പോർട്ടർ സ്പീച്ച് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇസ് ജസ്റ്റ് മീനിങ് ഓഫ് ദാറ്റ് റിപ്പോർട്ടർ സ്പീച്ച്. ഓക്കെ? Yes. Do you understand? Yes, ma'am. Yes. Okay. Can you follow to me? Can you follow me? Everyone? Yes, ma'am. എന്താണ് ശിവ മാത്രമുള്ളോ ഒന്ന് പറയുന്നത്? എല്ലാവർക്കും പറയാം കേട്ടോ. ഒന്ന് എന്താണ് പ്രതികരിക്കാം കേട്ടോ എല്ലാവർക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ്. ഒരു സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഇതാണ് അല്ലെ? അതായത് ഇപ്പൊ നടക്കുന്ന കാര്യം അല്ലെ? ഞാൻ എഴുതുന്നു, ഞാൻ വായിക്കുന്നു, ഞാൻ ക്ലാസ് എടുക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, ഇതൊക്കെയാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. ആ സിമ്പിൾ പ്രസന്റിനെ നമ്മള് എന്നും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നടന്ന സംഭവത്തെ നമ്മള് ഇപ്പോ എന്താണ് ന്യൂസ് പേപ്പർ അല്ലെ? ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് ആ നടന്ന സംഭവം എന്താ ചെയ്യുന്നത്? റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു കഴിഞ്ഞു പോയ സംഭവമായിട്ട് അത് എന്തിലേക്ക് വരുന്നു? റിപ്പോർട്ടിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ വാർത്ത വായിക്കുമ്പോൾ? വാർത്തകള് ആ സംഭവം നടന്നതിന് ശേഷമല്ല അത് റിപ്പോർട്ട് ചെയ്യുള്ളൂ. അതെ അതെ അതെ, ആ ഒരു നടന്നു കഴിഞ്ഞു അല്ലെ? കഴിഞ്ഞു പോയതാണ് സംഭവം. അപ്പോ സിമ്പിൾ പ്രസന്റ് എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറുന്നു. എന്തായിട്ട് മാറുന്നു? സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറുന്നു. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ ഞാനിവിടെ പറയാണ് എന്താണ് അല്ലെ? ഇവിടെ ഞാൻ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. റൈറ്റ് എന്നൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അല്ലെ? എക്സാമ്പിൾ അല്ലെ? റൈറ്റ്. ആ റൈറ്റിന്റെ എന്തിലേക്ക് വരുന്നത്? റൈറ്റ് മാറിയിട്ട് എന്തായിട്ട് മാറുന്നത്? എന്തായിട്ട് മാറുന്നത്? റൈറ്റിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? റോട്ട് അല്ലെ? That will be changed as wrote അല്ലെ? The right will be changed as wrote അല്ലെ? wrote എന്നതിലേക്ക് മാറുന്നു. അതായത് V1 എന്ന് പറയുന്നത് വെർബ് ഫസ്റ്റ് ഫോം ആണ്. V1 എന്ന് പറയുന്നത് വെർബിന്റെ ആ V1 എന്ന് പറയുന്നത് എന്തിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടുന്നു? V2 എന്ന ഫോമിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടും. അത്രയേ ഉള്ളൂ അത്. ഇനി അടുത്തത് നോക്കിയാൽ എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അല്ലെ? പ്രസന്റ് കണ്ടിന്യൂസില് എന്തൊക്കെ വരുന്നുണ്ട്? പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഈസ്, ആർ, ആം പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് എന്തിന്റെ ഫോം എന്ന് പറയുന്നത്? പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയാം. അപ്പൊ നിങ്ങൾ മനസ്സിൽ എന്തുറപ്പിച്ചു വെക്കണം? എന്താണ്? യു ഫിക്സ് ദാറ്റ് present continuous form അല്ലെ? that is am, are അല്ലെ? are plus verb plus ing എന്ന ഫോം ആണ് എന്തിൽ യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാം.
പ്രസന്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക അല്ലെ. ഈസ് എന്ന് പറയുന്നത് എന്തിന്റെ കൂടെ ആയിരിക്കും ഉപയോഗിക്കുക? സിംഗുലറിന്റെ കൂടെ ഉപയോഗിക്കുന്നു. ആർ എന്നുള്ളത് പ്ലൂറലിന്റെ കൂടെ ഉപയോഗിക്കുന്നു അല്ലെ. പൂവ് എന്ന് പറയുമോ, എന്താണ് പൂവ്? ദ ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുൾ അല്ലെ. ഫ്ലവർ എന്ന് പറയുന്ന ഒന്നല്ലേ ഉള്ളൂ, ഫ്ലവർ എന്നല്ലേ ഉള്ളൂ. അപ്പൊ ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുൾ അല്ലെ. ആ പൂവ് വളരെ മനോഹരമാണ്. പൂക്കൾ എന്ന് പറയുമ്പോഴോ, പൂക്കൾ എന്ന് പറയുമ്പോഴോ അഖില? ഫ്ലവേഴ്സ് അല്ലെ അഖില? Can you respond to me what I am saying? Flower. Flower എന്നുള്ളത്, what is the plural of flower? അഖില? ഫ്ലവേഴ്സ് അല്ലെ. ഫ്ലവേഴ്സ് അല്ലെ. ആ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, ഒന്നിൽ കൂടുതൽ ഉള്ളത് കൊണ്ട് അതിന്റെ കൂടെ നമ്മൾക്ക് ഈസ് ചേർക്കാൻ പറ്റുമെന്ന് ചേർത്ത് നോക്കേ. ഫ്ലവേഴ്സ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സെന്റൻസിൽ എന്തോ ഒരു എന്താണ് മിസ്റ്റേക്ക് ഉള്ളത് പോലെ തോന്നുന്നു അല്ലെ. സെക്കൻഡ് വൺ ഈസ് ഫ്ലവേഴ്സ് ആം വെച്ച് നോക്കിയ ഫ്ലവേഴ്സ് ആം ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാലും നമ്മൾക്ക് അതിൽ മിസ്റ്റേക്ക് പോലെ അല്ലെ ഗ്രാമർ. ഏതാണ് കറക്റ്റ് ആയിട്ട് ചേർക്കേണ്ടത്? പ്ലൂറൽ വരുമ്പോൾ എന്ത് ചേർക്കണമെന്ന് പഠിക്കാം. ഫ്ലവേഴ്സ് ആർ, എന്താണ് ആർ എന്ന് ചേർക്കുക. പിന്നെ അതിന്റെ കൂടെ വെർബ് പ്ലസ് ING ആണ് അതിന്റെ ഫോം എന്ന് പറയുന്നത്. അത് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് വരുന്ന സമയത്ത്, ആ റിപ്പോർട്ട് ചെയ്യുന്ന അതിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന ഈസും ആമും എന്തായിട്ട് മാറുന്നു? ഈസ് ആൻഡ് ആം വാസ് ആയിട്ട് മാറുകയും ആർ എന്തായിട്ട് ചേഞ്ച് ചെയ്യുന്നു? വേർ ആയിട്ട് മാറുന്നു. പ്ലസ് വെർബ് പ്ലസ് ING എന്ന ഫോം അല്ലെ. കാണാതെ എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. ഇനി അത്രയും മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും ഇനി ഡൗട്ട് about this present continuous and the change of past continuous? അനുഷ? ഹരിതാഹരി? ഡൗട്ട് ഇല്ല മിസ്. ഡൗട്ട് ഇല്ല. ഓക്കെ, അത്രയും മനസ്സിലാക്കി വെക്കുക. അപ്പോ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ എന്താണ്? V1 എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? V1 ചേഞ്ച് ആസ് V2 അല്ലെ. ഓക്കെ, ഇനി പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ എന്തായിട്ട് ചേഞ്ച് ചെയ്യുന്നു? ഈസ് ആം ആർ എന്തായിട്ട് ചേഞ്ച് ചെയ്യുന്നു? പ്ലസ് അല്ലെ. പിന്നെ വെർബാണ് ചേർക്കേണ്ടത്. വാസും വേറും വെർബും പിന്നെ എന്ത് ഫോമും കൂടി വരും? ING ഫോം. ING ഫോം. ING ഫോമിനെ വേറെ പറയുന്ന വാക്ക് എന്താന്നറിയോ? വേർഡ് എന്താ ING ഫോമിന്? മറ്റേ ING ഫോം എന്നല്ലാതെ വേറെ ഫോം അല്ലെ. ജെറണ്ട് ഫോം. ഓക്കെ, വെരി ഗുഡ് ശിവ, വെരി ഗുഡ്. ആൻഡ് ദ തേർഡ് ഈസ് പ്രസന്റ് പെർഫെക്റ്റ് അല്ലെ. പ്രസന്റ് പെർഫെക്റ്റ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ റൈറ്റ് അല്ലെ, എഴുതുന്നു എന്ന് പറഞ്ഞല്ലേ. ഞാൻ എഴുതുന്നു. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് വന്നപ്പോ ഞാൻ എഴുതുകയാണ് എന്ന് പറഞ്ഞു. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, വേർഡ് അവിടെ ചേർത്തിട്ടില്ല. റൈറ്റ് എന്ന് പറയുന്നതിന്റെ കൂടെ ഓരോന്നോരോന്ന് ചേർക്കണം അല്ലെ. ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതുന്നു എന്ന് പറയുന്നു. പിന്നെ അടുത്തത് പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലെ. അല്ലെങ്കിൽ അവൾ എഴുതിയിട്ടുണ്ട്, അവൻ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ എങ്ങനെ പറയാ? അതിനാണ് നമ്മൾ ഏത് ഫോം ചേർക്കേണ്ടത്? ഏതാണ്? ഏത് സഹായക്രിയയൊക്കെ ചേർക്കുക? ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഇവിടെ ഒരു കോമ ഇടാൻ ടീച്ചർ മറന്നു പോയിട്ടോ, ഒരു കോമ ഇടണം കേട്ടോ ഹാസ് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ചേർക്കേണ്ടത്? ഹാസ്, ഹാവ്, V3 അല്ലെ. ഐയുടെ കൂടെ എപ്പോഴും എന്താ ചേർക്കേണ്ടത്? ഹാവ്. പ്ലൂറലിന്റെ കൂടെ ഒക്കെ നമുക്ക് എന്ത് ചേർക്കേണ്ടി വരും? ഹാവ് ആണ് ചേർക്കേണ്ടത്. സിംഗുലറിന്റെ കൂടെ ഹാസ് ആണ് ചേർക്കേണ്ടത്. ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സിംഗുലറിന്റെ കൂടെ എന്ത് ചേർക്കണം?
സിംഗുലറിന്റെ കൂടെ ഹാസ് ഹാസ് അല്ലെ, പ്ലൂറലിന്റെ കൂടെ ഹാവ് ഹാവ് ചേർക്കണം അല്ലെ. ഐ യു വി എന്നൊക്കെ പറയുമ്പോൾ എന്താ ചേർക്കേണ്ടത്? ഹാവ് ആണ് ചേർക്കേണ്ടത് കേട്ടോ. ഐ എന്ന് പറയുന്ന ഐ ഒരാളുള്ളൂ, പക്ഷെ എന്തുകൊണ്ടാണ് ഐയുടെ കൂടെ ഹാവ് ചേർക്കുന്നത്? Why did you think have with I? എന്തുകൊണ്ടാണ് ഐ എന്ന് പറയുന്നതിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഹാവ് ചേർക്കുന്നത്? വാട്ട് ഇസ് ദ റീസൺ? എന്താണ് അതിന് കാരണം? എന്താ? ഞാൻ അല്ലെ, ഞാൻ എന്ന് പറയുമ്പോഴെന്താണ് ഒരു പൊസസീവ് ആണ് അല്ലെ നമുക്ക് അല്ലെ. ഞാൻ എന്ന് പറയുന്ന ഒരു പൊസസീവ് ആയിട്ടുള്ള നൗൺ ആണ് എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത്, പൊസസീവ് ആയിട്ടുള്ള. അപ്പൊ അതുകൊണ്ടാണ് അതിന് പകരം ഐയെ പ്ലൂറൽ എന്ന രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ ഐയെ പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാൻ പ്രധാന കാരണം ഐ ഈസ് എ പൊസസീവ് നൗൺ അല്ലെ. ഞാൻ അല്ലെ, കേട്ടിട്ടുണ്ടോ ഒരു പാട്ട്, ഞാൻ എന്ന ഭാവങ്ങളെ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഞാൻ എന്ന ഭാവത്തിലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഒരു പൊസസീവ് നേച്ചർ ഉള്ളത് കൊണ്ടാണ് ഐ എന്തായിട്ട് മാറിയിരിക്കുന്നത്? പ്ലൂറൽ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോ ഐയുടെ കൂടെ എപ്പോഴും ഹാവ് ആയിരിക്കണം. Then in reported speech, that has and have will be changed as had. അല്ലെ, എന്തായിട്ട് മാറുന്നത്? എന്തായിട്ട് മാറുന്നു രഞ്ജിനി? has and have will be changed. had means ഉണ്ടായിരുന്നു അല്ലെ. ഉണ്ടായിരുന്നു എന്നുള്ള മീനിങ് ആണ് അല്ലെ. എനിക്കൊരു പേന ഉണ്ടായിരുന്നു, എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പറയാം അല്ലെ. അങ്ങനെ ഉണ്ടായിരുന്നു എന്ന കാലത്തല്ലേ, എന്നാൽ എനിക്കൊരു നല്ലൊരു ബാല്യകാലം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമുക്ക് ഹാഡ് ഉപയോഗിക്കാം അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്നാണ്, എനിക്കൊരു പേനയുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ എന്തുപയോഗിക്കാം? എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? എനിക്കൊരു പേനയുണ്ട് എങ്ങനെ ഉപയോഗിക്കാം? ഞാൻ ചോദിക്കുന്ന ആൾക്ക് മേഘ പറഞ്ഞോളൂ. മേഘ പറയൂ. I have a pen. I have a pen അല്ലെ. Then it changed as a past tense അല്ലെ. അതെന്താണ്? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുമ്പോൾ എന്തായിട്ട് മാറുന്നു? ഇപ്പോ മേഘ പറഞ്ഞു, മേഘ എന്ത് പറഞ്ഞു? മേഘ said that I have a pen അല്ലെ. മേഘ said that I have a pen എന്ന് പറഞ്ഞു അല്ലെ. എനിക്കൊരു പേന ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയും രഞ്ജിനി? I had a pen. ഓക്കെ അല്ലെ, ഇത്രയും മനസ്സിലായോ? ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. ഐ ഹാഡ് എ പെൻ, എനിക്കൊരു പേന ഉണ്ടായിരുന്നു. അപ്പോ ഈ സംഭവങ്ങൾ അല്ലെ, അതെന്താണ് മറ്റൊരാൾ കേട്ടിട്ട് പറയാണ്. ഇപ്പോ മേഘ പറഞ്ഞു അവൾക്കൊരു പേനയുണ്ടാ അല്ലെ, പേനയുണ്ടെന്ന് പറഞ്ഞു അല്ലെ. പേനയുണ്ട് അല്ലെ. മേഘ എന്താ പറഞ്ഞത്? അവൾക്കൊരു പേനയുണ്ട് അല്ലെ. മേഘക്ക് എന്തുണ്ട്? മേഘ പറഞ്ഞു മേഘക്ക് പേനയുണ്ട്. ഇപ്പോ അഖില അത് കേട്ടിട്ട് ഷീബയോട് എന്ത് പറയും? അഖില, അഖില ഷീബ എന്ത് പറയും? ഷീബ എന്താ മിസ്സേ ക്വസ്റ്റ്യൻ കേട്ടില്ല. മേഘ she said എന്താണ് മേഘ പറഞ്ഞു എന്താണ്? ഐ ഹാവ് എ പെൻ അല്ലെ. ഷീബ എന്താ പറഞ്ഞത്? മേഘ എന്താ പറഞ്ഞത്? ഐ ഹാവ് എ പെൻ എന്ന് പറഞ്ഞു അല്ലെ. ഇത് ഐ ഹാവ് എ പെൻ എന്ന് മേഘ പറഞ്ഞു അല്ലെ. ഷീബ അത് കേട്ടിട്ട് വേറെ ഹരിതയോട് പറയാണ്. ഹരിതയോട് എന്ത് പറയും? എങ്ങനെയാ? മലയാളത്തിൽ പറഞ്ഞാൽ മതി, എന്നിട്ട് ഇംഗ്ലീഷിലേക്ക് പോവാം. മേഘ പറയുന്നത് ഷീബ കേട്ടു അല്ലെ. അപ്പൊ എ എന്ന് പറയുന്ന ആളാരാ? മേഘയാണ് ഇവിടെ അല്ലെ. ബി എന്ന് പറയുന്ന ആളാരാണ് ഇവിടെ? ഷീബയാണ് അല്ലെ. അതെ.
ഷീബയാണ്. ഷീബ മേഘനോട് ഷീബ പറയുന്ന, അല്ലെങ്കിൽ അനുഷയോട് മേഘ പറയാണ് ഐ ഹാവ് എ പെൻ എന്ന് മേഘ പറഞ്ഞു എന്ന് കേട്ടു. അത് ആര് കേട്ടു? ഷീബ കേട്ടു. ഷീബ സി ആണെന്ന് കരുതുക. മനസ്സിലായോ? ആയിട്ടുള്ള ഷീബ എന്ത് ചെയ്ത് ഹരിതയോട് ഈ കാര്യം പറയണം അല്ലേ? എന്ത് പറയും ഷീബ? മേഘ പറഞ്ഞ കാര്യം എന്ത് പറയും? നമ്മൾ മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞോ? എനിക്കൊരു പേനയുണ്ട്. അങ്ങനെയാണോ പറയാ? മേഘയ്ക്കൊരു പേനയുണ്ട്. മേഘ പറഞ്ഞു മേഘക്ക് ഒരു പേന ഉണ്ടെന്ന് പറഞ്ഞു. അതല്ലേ പറയുള്ളൂ. അതെ അതെ. അതാണ് റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോ നമ്മള് എന്തിലേക്ക് പോണം? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് വരുമ്പോഴൊക്കെ പേന ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാക്കണം അല്ലേ ഷീബ? അതെ. മേഘ പറഞ്ഞു അവൾക്കൊരു പേന ഉണ്ടായിരുന്നു അവള് പറഞ്ഞു. അത്ര ഉള്ളു കാര്യം. നമ്മളൊരു സിനിമ കഥ എങ്ങനെയാണ് ആ സിനിമയിൽ പറയുന്ന, കണ്ടിട്ട് ആ സിനിമയുടെ കാര്യം മറ്റൊരാളോട് പറയുമ്പോൾ കണ്ട കാര്യങ്ങൾ മുഴുവനും നമ്മൾ മറ്റൊരാളോട് വിവരിക്കുക അല്ലെ? അപ്പോഴൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ പറഞ്ഞ റിപ്പോർട്ടർ സ്പീച്ചിന്റേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മള് എല്ലാ ഭാഷയിലേക്കാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? സിനിമയിൽ നടന്ന കാര്യങ്ങൾ സിനിമ അതേപോലെ നമ്മൾ കണ്ടത് എന്താണോ ആ കണ്ടത് നമ്മൾ വിവരിക്കുമ്പോൾ അത് കഴിഞ്ഞു പോയി സംഭവം അല്ലെ? കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ വിവരിക്കുക ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെ? ഇനി അടുത്തേക്ക് ഒരു പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലെ? ഇപ്പോ ഞാൻ പറയുകയാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ എന്നുള്ളത് അല്ലെ? അല്ലെങ്കിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഓൾറെഡി എന്താണ് ആ പ്രവൃത്തി അവിടെ ചെയ്തു കഴിഞ്ഞുവെങ്കിലും എന്ത് ചെയ്തിരിക്കുകയാണ്? മനസ്സിലാവണ്ടോ? പറയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കുന്നു അല്ലെ? നമ്മൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മള് ഉച്ച ഭക്ഷണം കഴിക്കുകയാണ് അല്ലെ? അപ്പോ ഞാൻ ഞാൻ കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉച്ച ഭക്ഷണം ഒരാൾ ചോദിക്കുകയാണ് നമ്മളോട്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ കഴിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, അത് പറയോ അല്ലെ? അത്രയും മനസ്സിലായോ? കഴിച്ചോണ്ട്. അപ്പൊ നമ്മൾ ഒരാൾ കയറി വന്നപ്പോൾ നമ്മൾ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക അല്ലെ? ഓൾറെഡി നമ്മൾ കഴിച്ചു കഴിഞ്ഞുവെങ്കിലും പ്രവൃത്തി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞിട്ടില്ല അല്ലെ? മനസ്സിലായോ? കഴിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, എന്നാൽ പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അതായത് അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? വേറൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞു തരണോ? ഇപ്പൊ നിങ്ങള് ഇപ്പോൾ പഠിക്കുകയാണ് അല്ലെ? നിങ്ങൾ ഇപ്പോൾ എന്ത് പഠിക്കുന്നു? ഇംഗ്ലീഷ് പഠിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെ? ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് അല്ലെ? അങ്ങനെ ഐ ഹാവ് സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ടീച്ചർ ചോദിക്കുകയാണ് അല്ലെ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്നാലാ ആ ഇംഗ്ലീഷ് ഇപ്പോഴെന്താണ് പഠിക്കുന്നുണ്ട്, പക്ഷെ അത് തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ടോ ക്ലാസ്? ഇല്ല, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും സംഭവം എന്താണ്? വെർബ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കഴിഞ്ഞു അല്ലെ? എന്താണ്? പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും എന്താണ് ആ സബ്ജക്റ്റിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു, പക്ഷെ അത് അവസാനിച്ചോ? ക്ലാസ് കഴിഞ്ഞോ? ഇല്ല, പക്ഷെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പോ എന്താണ് അപ്പോഴുപയോഗിക്കുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഒരു പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ പ്രവൃത്തി എന്താണ്? തുടർന്നുകൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നു അല്ലെ? അപ്പൊ എന്ത് വരുന്നു? ഐ ഹാവ് എന്ത് വരും? പ്ലസ് എന്ത് വരണം? ഹാവ് ഓർ ഹാസ്. ഷീയോ ഹീയോ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സിംഗുലർ വരികയാണെങ്കിൽ എപ്പോഴും അതിന്റെ കൂടെ ഹാസ് എന്ന് ചേർക്കണം. യു ഷുഡ് ആഡ് ഹാസ് ടു ദിസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. മനസ്സിലായോ? ഇനി അത് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ചേർക്കണം. നിങ്ങളുടെ മനസ്സിൽ ഇത്രയും മതി. സിംഗുലർ ആണെങ്കിൽ ഹാസും, പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. ഓക്കെ,
കണ്ടിന്യൂസ് ആണെങ്കിൽ ഒന്നുകൂടി ചേർത്താ മതി, ബീൻ ചേർക്കണം. തുടർന്ന് പോയാണെങ്കിൽ ബീൻ. മനസ്സിലായോ? അപ്പോ പിന്നെ എന്ത് ചേർക്കണം? വെർബ് ചേർക്കുക, ing ഫോം ചേർക്കുക. അത്രേ ഉള്ളൂ. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing എന്ന ഫോമാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുന്നത്. ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് വരുന്നു. എന്തായിട്ട് മാറുന്നു? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് വരുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചേർക്കണം? അവിടെ ഹാസും ഹാവ് എന്തായിട്ട് മാറും? അതിലൊരു വ്യത്യാസമില്ല, ഹാഡ് ആയിട്ട് മാറുന്നുണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ 10ാം ക്ലാസ് പഠിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത് ഞാൻ ആ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? രണ്ടും ഡിഫറൻസ് ഇല്ലേ ടെൻസില്? അല്ലേ? അപ്പൊ നിങ്ങളോട് എഴുതാൻ പറയും ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ എഴുതും? ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിയമം എടുത്താ മതി. അതായത് ഐ ഹാവ് അതായിട്ട് എന്താ ചേർക്കണം? ഏതാ ചേർക്കണ്ട? അല്ലേ? ഐ ഹാവ് ബീൻ studying അല്ലേ? I have been studying in 10th class അല്ലേ? Standard. ഓക്കെ, yes. 10th standard 10th class അല്ലേ? ഓക്കെ, കറക്റ്റ് ആയോ? ഇപ്പൊ ആർക്കെങ്കിലും കറക്റ്റ് ആവാത്തുണ്ടോ? മനസ്സിലായോ ഷീബ? അപ്പൊ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ എഴുതി അല്ലേ? ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇൻ 10th സ്റ്റാൻഡേർഡ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോ എന്ത് വരും? അവിടെ എന്തോ ഒരു വ്യത്യാസം അല്ലേ? ഈ ഹാസ് അവിടെ ഹാഡ്. ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഇൻ. ഓക്കെ, അപ്പൊ അതാണ് അവ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അനുഷ അത് പ്ലൂറൽ ആണെങ്കിൽ പറഞ്ഞു, സിംഗുലർ ആണെങ്കിൽ ഹാസ് ചേർക്കാം. അല്ലെങ്കിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാ ഹി ഹാസ് ബീൻ. മനസ്സിലായോ? സിംഗുലർ ആണെങ്കിൽ. പ്ലൂറൽ ആവുമ്പോൾ എന്താണ്? ഹാവ് ചേർത്താ മതി. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ വരുന്നത് അടുത്തതിലേക്ക് വരുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഈ പറഞ്ഞ സിമ്പിൾ പാസ്റ്റ് ആണ്. നമ്മള് നേരത്തെ ഇവിടെ റോട്ട് എഴുതി, അവിടെ ഇത് കണ്ടില്ലേ? ഈ റോട്ട് കണ്ടില്ലേ? അതാണ് സിമ്പിൾ പാസ്റ്റ് അല്ലേ? ഇങ്ങനെ റിപ്പോർട്ട് സ്പീച്ചില് സിമ്പിൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാല് അതിനെ എങ്ങനെയാണ് റിപ്പോർട്ടിംഗ് വെർബിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അല്ലെ? അതായത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് അതായത് മിക്കവാറും ഡിഡ് ആയിരിക്കും. അപ്പോ നമ്മൾ ഒരു കാര്യം പഠിക്കേണ്ട എന്താന്ന് വെച്ചാല് അതൊന്ന് വെറുതെ ഒന്ന് നമ്മൾ പഠിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ഡു പ്ലസ്, എനിക്ക് ഇതുകൊണ്ട് ഡു പ്ലസ് റൈറ്റ്. ഡു പ്ലസ് റൈറ്റ് ആണ് എന്താണ്? ഞാനൊരു എക്സാമ്പിൾ ഇല്ല. ഡു പ്ലസ് റൈറ്റ് എന്ന് വെച്ചാൽ റൈറ്റ് തന്നെയാണ്. മനസ്സിലായോ? ഓക്കെ, ഡു പ്ലസ് റൈറ്റ് എന്താണ്? റൈറ്റ് ആണ്. റൈറ്റ് തന്നെ. ഇനി ഡസ് പ്ലസ് റൈറ്റ് എന്താ? റൈറ്റ് അല്ലേ? അല്ല, റൈറ്റ്സ് അല്ലേ? അതിന്റെ കൂടെ എന്ത് ചേരും? എസ് ചേരും. നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാട്ടോ ഇതൊക്കെ. ഡു പ്ലസ് റൈറ്റ് എന്ത് തന്നെയാണ്? റൈറ്റ് അല്ലേ? ഡസ് പ്ലസ് റൈറ്റ് റൈറ്റ്സ്. അങ്ങനെയാണെങ്കിൽ then did plus right, what's the change will be happen here? Oh, that will be changes as a
പാസ്റ്റ് ടെൻസ് അല്ലെ. അത് എന്തിലേക്ക് ചേഞ്ച് ആകുന്നു? പാസ്റ്റ് ടെൻസിലേക്ക് ചേഞ്ച് ആകും. ആ പാസ്റ്റ് ടെൻസ് ആണ് എന്ന് പറയുന്നത് റോട്ട് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഈ റോട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? We can split this rot, that verb, അല്ലെ. This verb rot, അല്ലെ. We can split into did plus right. Okay. ഈ വെർബിന്റെ സ്ഥാനത്ത് എന്താണ് ചേഞ്ച് വരാട്ടോ. ഇപ്പൊ ചിലപ്പോ എന്താണ് റൺ ആയിരിക്കുള്ളൂ അല്ലെ. ഡു പ്ലസ് റൺ ഓടുക എന്ന് പറയുന്നു അല്ലെ. ഡു പ്ലസ് റൺ റൺ അല്ലെ. Does plus run, Harida Hari, does plus run. What's the change will we happen there? Harida Hari ഒക്കെ ഒന്നും മിണ്ടാത്ത മേഘയും ശിവ മാത്രം റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. ഹരിത ഹരി. രഞ്ജിനി, can you hear me? Yes. രഞ്ജിനി, does plus right. കേട്ടില്ല, ഒന്നുകൂടി. Rents നാണോ? Right. Okay. Very good. And did plus right, Rincy? Did plus right? ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. Rincy, you coming here? Rincy and Shiba, what is it? Did plus run. Rot. Did plus and the question. You listen that question. Did plus run. ഞാൻ ചോദിച്ചത് റൈറ്റ് റൺ. Did plus run. Okay. Very good. Okay. അപ്പൊ അത് മനസ്സിലായോ? Yes, ma'am. Okay. Anyway, have you any doubts in this part? If you can clear to me. Can you say to me? No, can you ask me what's your doubt? Don't you any doubt in that part, in this part? ഈ എക്സാമ്പിൾസ് വരുമ്പോഴാണ് ഡൗട്ട് വരുന്നത്. ഓക്കെ എക്സാമ്പിൾസും കൂടി പറഞ്ഞു തരുമ്പോൾ ഒന്നുകൂടി മനസ്സിലായിക്കോളും. ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്തൊക്കെ ബ്രെയിനിൽ ഒന്ന് സ്റ്റോർ ചെയ്യാട്ടോ. ഇത് ഈ ഒരു പഠിച്ചാൽ മതി. എക്സാം കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഇതൊക്കെ മതിയാവും കേട്ടോ. നമ്മള് ഫാസ്റ്റ് ആയിട്ടൊന്നും പോകേണ്ട ആവശ്യം അധികമില്ല. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പോയിന്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലോർത്ത് വെക്കുക. കേട്ടില്ലേ? പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ കണ്ടു. ഇപ്പഴ ഈ ഭാഗം നോക്കണം. സെക്കൻഡ് അല്ലെ, സെക്കൻഡ് കോളത്തിൽ നോക്കുക. പാസ്റ്റ് കണ്ടിന്യൂസിൽ എന്തൊക്കെയാ വന്നിരിക്കുന്നത്? എന്തൊക്കെ വെർബ് ചേഞ്ചസ്, എന്തൊക്കെ ചേഞ്ചസ് അവിടെ വന്നിട്ട് ഹെൽപ്പിംഗ് വെർബിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്തൊക്കെയാണ്? വാസ്, വർ അല്ലെ. വാസും വേർ ആണ് അല്ലെ വന്നിരിക്കുന്നത്. ആ വാസും വെറും വി പ്ലസ് ING കൂടി വന്നിരിക്കുന്നു. അത് വീണ്ടും എന്തായിട്ടാ മാറുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുമെന്നു മനസ്സിലായോ? ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കാണ് എന്ത് മാറുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ് മാറുന്നത്. അതായത് ഹാഡ് പ്ലസ് നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ 10th പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ, ആ ഫോമിലേക്ക് മാറും. ഓക്കെ. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് continuous, that will be changed. So past perfect continuous is a had plus been plus verb plus ING form. There is creating and creating had plus been plus V plus ING form. That will change it as that form. The next is future tense. Future tense. What is future tense? ഭാവിയിൽ നടക്കാനിരിക്കുന്നു. ഭാവി, അതാണ് പറഞ്ഞത് ശിവ വന്നത് അല്ലെ. ഭാവി കാലം നടക്കാനിരിക്കുന്നത്. മേഘം പറഞ്ഞത് കറക്റ്റ് ആണ്.
നടക്കാനിരിക്കുന്നത് അല്ലെ. അപ്പൊ അത് സംഭവിക്കാം, പക്ഷെ ഇത് സംഭവിച്ചിരിക്കാം അല്ലെ. മഴ പെയ്യും അല്ലെ, അങ്ങനെയൊക്കെ പറയില്ലേ. ചിലപ്പോ മഴ പെയ്യും, സംഭവിക്കാം, അതെ അല്ലെ. അങ്ങനെയുള്ള കാര്യമാണ്. ഐ വിൽ സ്റ്റഡി, ഞാൻ പഠിക്കും. പഠിക്കുന്ന ഒരു ഉറപ്പൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ പറയുന്ന ഐ വിൽ സ്റ്റഡി അല്ലെ. ഞാൻ പഠിക്കും, ഞാൻ കളിക്കും, ഞാൻ ഓടും, ഞാൻ എഴുതും എന്നൊക്കെ പറയുമ്പോഴൊക്കെ എന്ത് വില്ല്, സ്റ്റാല് അല്ലെ. അതിന്റെ ഓരോ ഭാഗങ്ങളാണ്. വില്ല് ഏതൊക്കെയാണ് ഫ്യൂച്ചർ ടെൻസിൽ വരുന്ന ഹെൽപ്പിംഗ് വെർബുകൾ ഏതൊക്കെയാണ്? വില്ല്, ഷാല്, ഞാൻ അവിടെ തന്നിട്ടുണ്ട്. വിൽ, ഷാൽ ആൻഡ് മേ അല്ലെ. ക്യാൻ എന്ന് വെച്ചാൽ എന്താണ്? കഴിയുക, കഴിയുക അല്ലെ. മേ എന്ന് വെച്ചാല് എന്താണ്? മേ കമ്മിങ്, ഞാൻ വന്നോട്ടെ. ഒരു പെർമിഷൻ ചോദിക്കാനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? മേ യൂസ് ചെയ്യുന്നു അല്ലെ. അപ്പോ ഇതെന്തായിട്ട് മാറുന്നു? ഫ്യൂച്ചർ ടെൻസ് ഫ്യൂച്ചർ ഇൻ പാസ്റ്റ് അല്ലെ. അതെന്തായിട്ട് മാറുന്നു? ഫ്യൂച്ചർ ഇൻ പാസ്റ്റിലേക്ക്. വുഡ്, വിൽ എന്താ? വിൽ ചേഞ്ചസ് ആസ് വുഡ്. ചേഞ്ച് ആസ് വുഡ്. എന്താ ചേഞ്ച് ആസ് വുഡ് അല്ലെ. ഇപ്പൊ ഞാൻ പറയാം, എനിക്കൊരു ചെറു അല്ലേ, നമ്മള് എനിക്കൊരു ചിറകുണ്ടായിരുന്നില്ല. ഐ ഹാവ് വിങ്സ്, ഞാൻ പറക്കുമെന്ന്. ഐ വിൽ ഫ്ലൈ അല്ലേ. ഞാൻ ഐ വിൽ പറന്നേനെ സൂചിപ്പിക്കേണ്ടത് നമ്മൾ. മിസ്സിന്റെ വോയിസ് ഇച്ചിരി ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു.
Can you hear me? All of you? All of you, can you hear me? Yes, ma'am. Yes. Okay. I have lost my network a little bit. Sorry for all of you. And we are continuing this class. And the future tense will be changed as future in past. അല്ലേ? Future in past ലേക്ക് ചേഞ്ച് ചെയ്യപ്പെടുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? would ആയിട്ട് മാറുന്നു, should ആയിട്ട് മാറുന്നു, would ആയിട്ട് മാറുന്നു, might ആയിട്ട് മാറുന്നു. അല്ലേ? But all will be changes as will, would, and shall, should, can, could, may will be changed as Might. might. Okay. And we too. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് we too. എന്തായിട്ട് മാറുന്നു? had plus we ആയിട്ട് ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണം. വാസ് വേറെ had been ആയിട്ട് മാറുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ് തരുന്നതെങ്കിൽ അതിന്റെ ഒരു എന്താണ് ലോ ആണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഹെൽപ്പിംഗ് വർബ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സബ്ജക്റ്റ് ചേർക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് നമുക്ക് അറിയാൻ പറ്റും. നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? എ ബി അല്ലെ? അത് ചേർത്തതിന് ശേഷം പിന്നെയാണ് സബ്ജക്റ്റ് വരിക. ഇത് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഫുൾ സ്റ്റോപ്പ് ആയിരിക്കുള്ളൂ. അതാണ് സ്റ്റേറ്റ്മെന്റും ക്വസ്റ്റ്യൻ മാർക്ക് വന്ന ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് എ ബി അല്ലെ? എ ബി എന്ന് വെച്ചാൽ ഹെൽപ്പിംഗ് വെർബാണ്, അഡ്ജക്റ്റീവ് വെർബ് അല്ലെ? അപ്പോ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് എ ബി അതൊന്ന് വായിച്ചു നോക്കിയേക്കോ കേട്ടോ. നമ്മൾ പഠിക്കേണ്ടതാണ് അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിപ്പോർട്ടർ സ്പീച്ചിന് നമുക്ക് ഡയറക്റ്റ് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ചിന് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റി എഴുതുന്നത്. ഓക്കെ, നമുക്കിനി എക്സാമ്പിൾസ് നോക്കാം. റെഡി അല്ലേ എല്ലാവരും? എക്സാമ്പിൾസ് നോക്കാം. Edison said that he dash try again to establish his findings. അത് ഇവിടെ എന്താണ്? സ്റ്റോപ്പ് പ്രസന്റിംഗ് കാണിച്ചിരിക്കുന്നത്. കുഴപ്പമില്ല അല്ലെ? Edison said that he dash try again to establish his findings. Can you hear me? Akila, can you hear me? What I am saying? Can you hear me what I am saying? Akila, Shiba. Shiba. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ.
Can you hear me? But what I am. Yes, Miss. Yes. Edison said that he dashed try again to establish his finding. അല്ലെ, ഇത് നമ്മൾക്ക് എന്തിലേക്ക് ചേഞ്ച് ചെയ്യണം? റിപ്പോർട്ട് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. ഏതെല്ലാം ഓപ്ഷൻസ് ഉണ്ട്? വിൽ, ഷാൽ, വുഡ്, ക്യാൻ. ഇതെല്ലാം കിടക്കുന്നത് വിൽ എന്തിലാണ് കിടക്കുന്നത്? ഒന്ന് നോക്കിയേ അഖില, വില്ല് പറ്റിയോ അവിടെ? വില്ല് ശരിയാകുമോ? ഇല്ല അല്ലെ. നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? വില്ല് ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല, ഷാല് ഉപയോഗിക്കാൻ പറ്റില്ല, ക്യാൻ ഒന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താ? എല്ലാം ഫ്യൂച്ചർ ടെൻസില് എന്താണ് കിടക്കുന്നതാണ്. ആ ഫ്യൂച്ചർ ടെൻസിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഫ്യൂച്ചർ ഇൻ പാസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യണം അല്ലെ. യു ഷുഡ് ചേഞ്ച് ഫ്യൂച്ചർ പാസ്റ്റ് അല്ലെ. ഫ്യൂച്ചർ പാസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ആൻസർ വിൽ ബി ഏതാ വരാ? Would. Would അല്ലെ. Would is the correct answer. And the second is my mother asked me where dash അല്ലെ. I am going, am I going, was I am going, I was going അല്ലെ. ഇതിൽ ഏതായിരിക്കുള്ളൂ കറക്റ്റ് ആയിട്ട് വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പോഴാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്നതാണ് ഇവിടെ മൈ മദർ ആസ്ക്ഡ് മീ. ഇവിടെ എന്ത് വന്നിരിക്കുന്നു? ക്വസ്റ്റ്യൻ വേർഡ് ഇവിടെ വന്നിരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വേർഡ് അല്ലെ. ക്വസ്റ്റ്യൻ വേർഡ് ഏതൊക്കെയാണ്? വാട്ട്, വാട്ട് വരാ, വേർ വരാ, ഹൂ വരാ അല്ലെ, വിച്ച് വരാ. ഇതെല്ലാം ക്വസ്റ്റ്യൻ വേർഡുകളാണ് അല്ലെ. ഇത്തരം ക്വസ്റ്റ്യൻ വേർഡുകൾ വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ വേർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ്? വേർ എന്നത് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിനുശേഷം നമ്മൾ എന്ത് ചേർക്കണം? ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം എന്താ ചേർക്കേണ്ടത്? സബ്ജക്റ്റ് അല്ലെ. ഇവിടെ സബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് എന്താണ് ഇവിടെ? മൈ മദർ ആസ്ക്ഡ് മീ ആണ് അല്ലെ. ആ മീ എന്നുള്ളത് എന്തായിട്ട് മാറണം? അല്ലെ. എന്നോട് എന്റെ അമ്മ ചോദിച്ചു, എന്നോട് ചോദിച്ചു എന്നതാണ്? ഞാൻ എന്താണ്? ഞാൻ പോവുകയായിരുന്നോ അല്ലെങ്കിൽ പോവുകയാണോ എന്ന് അമ്മ ചോദിച്ചു അല്ലേ. അവനോട് ചോദിച്ചു, അവന്റെ അമ്മ ചോദിച്ചു, അവൻ പോയണോന്ന് ചോദിച്ചെന്നുള്ള ഒരു അർത്ഥത്തിലല്ലേ നമ്മൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് വന്നു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് യൂസ് ചെയ്യണം? പറയൂ. തന്നിട്ടില്ല അവിടെ. ക്വസ്റ്റ്യൻ വേർഡ് വന്നു കഴിഞ്ഞാല് അത് കഴിഞ്ഞാല് വേഗം എന്ത് ചേർത്തോണം? സബ്ജക്റ്റ് എന്താണോ ആ സബ്ജക്റ്റ് ചേർക്കുക. അതിനുശേഷം മാത്രമാണ് എന്താണ് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് ചേർക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? ഹെൽപ്പിംഗ് വെർബുകള് ചേർക്കാനായിട്ട് പാടുള്ളൂ. അതായത് വാസ്, ഈസ്, ആറ്, ആം, വില്ല്, വുഡ്, ഷുഡ് ഇതെല്ലാം തന്നെ ഹെൽപ്പിംഗ് വെർബുകളാണ്. ഈ ഹെൽപ്പിംഗ് വെർബുകൾ ചേർക്കാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ ഞാൻ എന്ന് വരണം അല്ലെ. ഈ ഞാൻ എന്ന് വരുമ്പോഴെന്താണ്? ഇവിടെ ആദ്യത്തെ നോക്കൂ. ദ ഡോക്ടർ ആസ്ക്ഡ് വേർ ഐ ലിവ്ഡ്. സോറി ഐ ആം ഗോയിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യം നമ്മള് എന്താണ്? വേർ ഐ ആം ഗോയിങ് അല്ലെ. ഐ എന്നുള്ളത് എന്താണ്? ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ചേർക്കാൻ പാടുണ്ടോ? ശ്രദ്ധിക്കൂ. ഐ ആം ഗോയിങ്. ഇവിടെ ആം ആണ് അല്ലേ. ആം ചേർക്കാൻ പാടുണ്ടോ? ഇവിടെ ആം വരാൻ പാടുണ്ടോ? അല്ലെ. ആം വരാൻ പാടില്ല. അപ്പൊ ആം ഉള്ളത് വന്നത് തെറ്റാണ് അല്ലെ. പിന്നെ കൊടുത്ത രണ്ടാമത്തെ കൊടുത്ത ആം ഐ ആം ഗോയിങ് അല്ലെ. അപ്പൊ ഇവിടെയും ആം ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട്
അതും തെറ്റാണ്. പിന്നെ വരാൻ ചാൻസ് ഉള്ളത് ഏതിനാണ്? ഈ വാസ് എന്നുള്ളതാണ് അല്ലെ. അതായത് എന്താണ്, ഇതിലേക്ക് മാറ്റപ്പെടുന്നു, പാസ്റ്റിലേക്കാണ് മാറ്റപ്പെടുന്നത് അല്ലെ, ആം ഗോയിങ് അല്ലെ. അപ്പൊ എന്താണ്, വാസ് എന്ന് ഈ പറയുന്ന ഈ രണ്ട് എന്താണ് സെന്റൻസുകൾക്കാണ് പിന്നീട് ചാൻസ് ഉള്ളത് അല്ലെ. അതായത് സിക്കും ഡിക്കുമാണ് ചാൻസ് ഉള്ളത് അവിടെ. എന്താണ് കാരണം? എന്താണ് സിക്കും ഡിക്കും ചാൻസ് വരാനുള്ള കാരണം എന്താണ്? അവിടെ എന്ത് വന്നിരിക്കുന്നു? പാസ്റ്റ് ഫോം വന്നിരിക്കുന്നു അല്ലെ. വാസ് ഐ ആം ഗോയിങ് അല്ലെ. വാസ് ഐ ആം ഗോയിങ് ചേർക്കാൻ പാടുണ്ടോ? ഷീബ, ക്വസ്റ്റ്യൻ വേർഡ് ഒരു ഗസ്റ്റ് വന്നതാണ്. എനിക്ക് ഡിസ്കണ്ടിന്യൂ ആയി പോയായിരുന്നു. ഇവിടെ ഗസ്റ്റ് വന്നോണ്ടേ വേണ്ടിട്ട് പോയായിരുന്നു. കേട്ടില്ല. കേട്ടില്ല അല്ലെ. ശ്രദ്ധിക്കട്ടോ. മൈ മദർ ആസ്ക്ഡ് മീ വേർ അല്ലെ, അത്രേ തന്നിട്ടുള്ളൂ. പിന്നെ ഡാഷ് എന്നതുള്ളതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വേർഡ് വന്നു കഴിഞ്ഞോളണം സബ്ജക്റ്റ് ചേർക്കണം. ഹെൽപ്പിംഗ് വെർബ് ചേർക്കാൻ പാടുള്ളൂ. അതാണ് ഇവിടുത്തെ റിപ്പോർട്ടിംഗ് സ്പീച്ചിലെ മറ്റൊരു ക്വസ്റ്റ്യൻ വേർഡ് വന്നു കഴിഞ്ഞാലുള്ള നിയമം. ഓക്കെ, ക്വസ്റ്റ്യൻ വേർഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനില് ക്വസ്റ്റ്യൻ വേർഡ് കണ്ടു കഴിഞ്ഞാല്, ആ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാല് എന്താണെന്ന് നമ്മൾ ആലോചിച്ചോളണം. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ ഉടനെ എന്ത് ചേർത്തോളണം? സബ്ജക്ട്. എന്താ ചേർക്കേണ്ടത്? സബ്ജക്ട്. അതിനുശേഷം എന്ത് ചേർക്കണം? ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് അല്ലെ. ഓക്കെ, ഓക്സിലറി വെർബ് ഓർ ഹെൽപ്പിംഗ് വെർബ്. ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുമ്പോ ഏതൊക്കെയാണ് ഹെൽപ്പിംഗ് വെർബുകള്? വാസ്, വേറെ, ഈസ്, ആറ്, ആം, അല്ലെ, വുഡ്, ഷുഡ്, ഐ, വില്ല്, ഷാല്, ഇതെല്ലാം തന്നെ എന്താണ്? ക്യാൻ, ഫുഡ്, ഇതൊക്കെ എന്താണ് ഹെൽപ്പിംഗ് വെർബുകളുടെ കാറ്റഗറിയിൽ പെടും കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ എന്താക്കി ചെയ്യുന്നത്? എന്താണ്? പ്രസന്റിനെ എന്താക്കി മാറ്റുന്നു? പാസ്റ്റ് ആക്കി മാറ്റുന്നു അല്ലെ. അപ്പൊ ആം വരാൻ പാടുണ്ടോ? ആം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക പ്രസന്റ് ആണ് അല്ലെ. ആം വരാൻ പാടില്ല. രണ്ടാമത്തെ സെന്റൻസിൽ ആം വന്നിട്ടുണ്ട്, വരാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ നമുക്ക് ചാൻസ് കിടക്കുന്നത് സിയിലും ഡിയിലും അല്ലേ ചാൻസ് കിടക്കണേ അല്ലെ. എന്താണ് അവിടെ എന്തുണ്ട്? വാസ് വന്നിട്ടുണ്ട് അല്ലെ. അതായത് പാസ്റ്റ് ഫോം വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് എന്ത് നോക്കണം? ഈ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ആണോ തന്നിരിക്കുന്നത് നോക്കണ്ടേ? ഏത് സെന്റൻസിലാണ് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് തന്നിരിക്കുന്നത്? ഏത് ഓപ്ഷനിലാണ് വന്നിരിക്കുന്നത്? ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. ആദ്യത്തെ സിയുടെ ആ ഇത് എടുത്തോച്ചാൽ ഫസ്റ്റ് വന്നത് ഹെൽപ്പിംഗ് വെർബാണ്. അപ്പൊ അത് പറ്റോ? ഇല്ല, പറ്റില്ല. അപ്പോ ഡി അല്ലേ ചാൻസ് ഉള്ളത്? അപ്പൊ അതായത് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് സബ്ജക്ട്. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് നേരെ സബ്ജക്ട് എന്താണ് വന്നിരിക്കുന്നത്? ഐ എന്ന് വന്നിരിക്കും. ഓക്കെ, ഐ വന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് വന്നു? ഹെൽപ്പിംഗ് വെർബായ വാസ് വന്നു. അപ്പൊ ഏത് ഓപ്ഷനാണ് ശരി? ഡി എന്ന ഓപ്ഷനാണ് ശരി. ഓക്കെ, അടുത്തത് നോക്കൂ. ചൂസ് ദ കറക്റ്റ് റിപ്പോർട്ടഡ് ഫോം. ദ ഡോക്ടർ സെഡ് വേർ ഡു യു ലീവ്. ഞാൻ നേരത്തെ ഒരു ഇത് പറഞ്ഞു തന്നില്ലേ? ഡു പ്ലസ് ലീവ്, ഡച്ച് പ്ലസ് ലീവ്, ഡിഡ് പ്ലസ് ലീവ് എന്നൊക്കെ ഞാൻ പറഞ്ഞൊന്ന് ഓർക്കണുണ്ടോ? നിങ്ങള് നോട്ട് ചെയ്ത് വെച്ചോ അത്? ഓക്കെ. അപ്പൊ അതൊന്ന് ഇവിടെ ഓർക്കേണ്ടതുണ്ട് കേട്ടോ. അതായത് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണെന്ന് നമുക്ക് മനസ്സിലായോ? ഇത് വായിച്ചപ്പോ എന്താണ് ഇത്? ഈ റിപ്പോർട്ടർ സ്പീച്ച് നമുക്കത് എന്താണ്? ഈ റിപ്പോർട്ടർ സ്പീച്ച് എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ് അല്ലെ. ഒരു ക്വസ്റ്റ്യൻ അല്ലേ വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? വി ഷുഡ് ചേഞ്ച് ഇറ്റ് ആസ് എ സ്റ്റേറ്റ്മെന്റ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് വന്നതാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ക്വസ്റ്റ്യൻ മാർക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറ്റുക തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ
ഈ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ദ ഡോക്ടർ സെഡ്, അല്ലെ? റിപ്പോർട്ട് സ്പീച്ചിൽ എപ്പോഴും സെഡ്, ടോൾഡ്, ആസ്ക്ഡ് ഇതൊക്കെ വരും. അതിന്റെ കൂടെ ഒരു ഫോം ഉണ്ട്, കൺജക്ഷൻ ഉപയോഗിക്കണം. എന്തുപയോഗിക്കണം? ദാറ്റ് ഉപയോഗിച്ചിരിക്കണം. ഓക്കെ, അപ്പോ എത്ര വരെ പറയാൻ പറ്റും നമുക്ക്? ദ ഡോക്ടർ സെഡ് ദാറ്റ്. ഓക്കെ, എല്ലാവരും മനസ്സിലാക്കിയോ? ഡോക്ടർ സെഡ് ദാറ്റ്. പിന്നെ വരുന്ന ഏതാ? പിന്നെ വരുന്ന എന്താ? ക്വസ്റ്റ്യൻ വേർഡ് അല്ലേ ഇത്? വേർ. ആ വേർ അങ്ങനെ തന്നെ അവിടെ എഴുതണം. ഓക്കെ, ക്വസ്റ്റ്യൻ വേർഡിൽ ഒരു വ്യത്യാസം വരുത്തരുത്. ക്വസ്റ്റ്യൻ വേർഡ് അത് കഴിഞ്ഞ് ദാറ്റിന് ശേഷം എന്ത് എഴുതിക്കോളണം? വേർ എഴുതുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ സബ്ജക്റ്റ് അല്ലേ വരേണ്ടത്? സബ്ജക്റ്റ്. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡോക്ടറെ ചോദിച്ചു, നിങ്ങൾ എവിടെ പോവുകയാണ്, അല്ലെ? നിങ്ങൾ എവിടെയാ താമസിക്കുന്നതെന്ന് ചോദിച്ചു, അല്ലെ? അപ്പോ നേരെ വെയർ കഴിഞ്ഞിട്ട് എന്ത് ഇടണം? എന്ത് കൊടുക്കണം? എന്ത് കൊടുക്കണം? യു, അല്ലെ? മനസ്സിലായോ? അതിൽ തന്നെ ഉണ്ട് വെയർ യു. ആ, എന്നിട്ട് ഈ നേരത്തെ വന്നിരിക്കുന്ന ഈ ഡിഡും ലിവും തമ്മിൽ എന്ത് ചെയ്യണം? കൂടും, അല്ലെ? രണ്ടും കൂടി തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് എന്താണ് ഡിഡ് പ്ലസ് ലീവ് കിട്ടുന്നത്. ഇത് രണ്ടും കൂടിയും എന്ത് ചെയ്യും? ഒരുമിക്കുമ്പോൾ, അല്ലെ? ഒറ്റ ഇതിലേക്ക് ആക്കുമ്പോ എന്ത് വരും? എന്ത് വരണം? ലെഫ്റ്റ് ആണോ? ലീവ്ഡ്, അല്ലെ? ഡിഡ് യു, അല്ലെ? എന്നല്ലേ ചോദിച്ചത്, അല്ലെ? ഡോക്ടർ ചോദിച്ചത് വേർ ഡു യു ലീവ്. വേർ ഡു യു ലീവ്. അപ്പോ ഇതെന്താക്കി മാറ്റും? ഇതെന്താ എന്നാണ് നമ്മൾ പാസ്റ്റ് ടെൻസിലേക്കാണ് മാറ്റുന്നത്. വേർ ഡു യു ലീവ് എന്നുള്ളത് ലീവ് ആണ്, അല്ലെ? ഡു പ്ലസ് ലീവ് എന്ന് തന്നെയാണ്, ലീവ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് V2 ഫോം എന്നാണ്. V2 ഫോം ആണ് എന്തെന്ന് പറയുന്നത്? ലീവ്ഡ് എന്ന് പറയുന്നത്. അതിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ വെയർ യു ലീവ്ഡ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ടോ? അതായത് നീ എന്നുള്ളത് എന്തായിട്ട് മാറും? നീ എന്നുള്ളത് എന്തായിട്ട് മാറണം? ഞാനായിട്ട്, അല്ലെ? ഞാൻ എവിടെയാണ് താമസിക്കുന്നതല്ലേ ചോദിക്കണത്? വേർ ഐ ലീവ്ഡ്. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ എന്ന് ആരെങ്കിലും ഒന്ന് നോക്കിയേ. ഫസ്റ്റ്. അപ്പോ ഏതാണ് ശരി? ഇതാണ് വേർ ഐ ലീവ്ഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആയല്ലോ അത്? ഇനി അടുത്തതൊന്ന് നിങ്ങൾ എന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് ആരെങ്കിലും ഒന്ന് പറയും. അതിലൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് ഒന്ന് നോക്കിയേ. ആ സെന്റൻസ് ഒന്ന് നോക്കിയേ. എന്താണ്? വായിക്കൂ. സെന്റൻസ് ഒന്ന് വായിക്കുക ആദ്യം. അപ്പൊ എന്നാണോ അവിടെ വന്നിരിക്കുന്നത്? സേസ് ഐ ആം എ ഫാർമർ എന്നല്ലേ വന്നിരിക്കുന്നത്? രാജു സേസ് ഐ ആം എ ഫാർമർ, അല്ലേ? അപ്പോ നമ്മള് അതിൽ എന്തിനു ഉപയോഗിക്കുന്നതാണ്? നമ്മള് സാധാരണയായിട്ട് എന്താണ് ഈ സെയ്സ് എന്നുള്ളത്? അതായത് ഈ വെളിയിൽ കിടക്കുന്ന ഭാഗം കണ്ടില്ലേ? ഈ കോമയ്ക്ക് അപ്പുറം കിടക്കുന്ന ഭാഗത്ത് കിടക്കുന്നത് പാസ്റ്റ് ടെൻസിലാണോ പ്രസന്റ് ടെൻസിലാണോ എന്ന് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തിരിക്കണം, അല്ലെ? അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ആസ്ക്ഡ് എന്നാണോ, ടോൾഡ് എന്നാണോ, സെഡ് എന്നാണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം അതിനെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലോ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലോ അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് ആക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? സെഡ് ആണോ, ദാറ്റ് എന്താണ്, ടോൾഡ് ആണോ, ആസ്ക്ഡ് ആണോ തന്നിരിക്കുന്നത്
എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ അങ്ങനെയാണോ തന്നിരിക്കുന്നത്? ആണോ? സെറ്റ്, ആസ്ക്ഡ്, ടോൾഡ് എന്ന് പറയുന്ന V2 ഫോമിലാണോ തന്നിരിക്കുന്നത്? ആണോ? അല്ല അല്ലെ. അത് എന്ത് ഫോമിലാ തന്നിരിക്കുന്നത്? പ്രസന്റ് ഫോമിലാണ് തന്നിരിക്കുന്നത് അല്ലേ? സിമ്പിൾ പ്രസന്റിലല്ലേ തന്നിരിക്കുന്നത്? നിങ്ങൾ എന്നോട് റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചാണ് എനിക്കും കൂടെ ഒരു എനർജി കിട്ടുള്ളൂ കേട്ടോ. നിങ്ങളും കൂടെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പഠിക്കുക അല്ലെ. അപ്പോ രാജു സെയിൽസ് ആണ് അല്ലെ. അപ്പൊ അതായത് സിമ്പിൾ പ്രസന്റിൽ വന്നത് കൊണ്ട് ആ സെന്റൻസിനെ നമ്മൾ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യാൻ പാടില്ല? ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഉള്ളിൽ കിടക്കുന്ന ആ സെന്റൻസ് ഒരിക്കലും ചേഞ്ച് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ആം എന്നുള്ളതല്ല, പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ എന്നാണ് നമ്മൾ പറയുന്നത് പോലെ അതേപോലെ തന്നെ പറഞ്ഞു പോകും. ഇതേ ഇന്നിപ്പോ രാജു സെയ്സ് അല്ലെ. ഇവിടെ നോക്ക്, രാജു സെഡ് ആണ് വന്നേക്കണം. അത് ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇപ്പൊ തന്നെ നമുക്ക് ഇതിനെ വെട്ടിക്കളയാനായിട്ട് പറ്റും. മനസ്സിലായോ? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് രണ്ടും നമുക്ക് എന്താണ്, ഇതിൽ വരുന്ന ഈ സെഡ് വന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളയാനായിട്ട് പറ്റും. പറ്റില്ലേ? അപ്പൊ നിങ്ങൾ ആദ്യം ഒന്ന് ക്വസ്റ്റ്യനിൽ ഒന്ന് നോക്കുക. ഇങ്ങനെ വരികയാണെങ്കിൽ അതില് പാസ്റ്റ് ടെൻസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ പാസ്റ്റ് ടെൻസ് വരുന്ന സെന്റൻസ് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ഓക്കെ, പാസ്റ്റ് ടെൻസ് വന്ന ഇത് വെട്ടിക്കളയാൻ പറ്റൂലേ നിങ്ങൾക്ക്? വെട്ടിക്കളയാ അല്ലെ. ആ പാസ്റ്റ് ടെൻസ് ആണോ, സെഡ് ആണോ, ആസ്ക്ഡ് ആണോ, ടോൾഡ് ആണോ വന്നേക്കണെങ്കിൽ അതൊന്നും ഉത്തരത്തിൽ വരുന്നതല്ല. അതൊക്കെ മാറ്റി കളയുക. ഓക്കെ ഇല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ആ സെന്റൻസ് അതല്ല എന്ന് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം അല്ലെ. അപ്പൊ ഇത് രണ്ടും ഒരു മിനിറ്റ് കേട്ടോ മക്കളെ, ഒരു മിനിറ്റ് റൈസ് ചെയ്തിട്ട്. അപ്പൊ എന്തൊക്കെ പാടില്ല? അപ്പൊ നമുക്ക് ഇത് രണ്ടും നമുക്ക് എന്തെല്ലാന്ന് മനസ്സിലായി. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് വരുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. സെറ്റ് വന്നത് എന്തൊക്കെ ചെയ്യാം? ഇത് വേണോ നമുക്ക്? രാജു സെഡ് ദാറ്റ് ഹി വാസ് എ ഫാർമർ ഉപയോഗിക്കാൻ പാടുണ്ടോ? പുറത്ത് കിടക്കണം എന്നാണ് സെയിൽസ് ആണ് അല്ലെ. ആ സെയിൽസ് തന്നെ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത് വേണ്ട, ഇത് നമുക്ക് വേണ്ട. പിന്നെ രാജു സെഡ് ദാറ്റ് ഹി ഈസ് എ ഫാർമർ ഉപയോഗിക്കാൻ പാടുണ്ടോ? പാടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അവിടെ സെഡ് ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ബാക്കി ചാൻസ് ഉള്ളത് ഏതിനൊക്കെയാണ്? ഏതൊക്കെയാണ്? ഏത് ഓപ്ഷൻസിനൊക്കെയാണ് ചാൻസ് ഉള്ളത്? ബിക്കും സിക്കുമാണ് അവിടെ ചാൻസ് ഉള്ളത്. കാരണം എന്താണ്? രണ്ടിലും എന്ത് കിടക്കുന്നുണ്ട്? സെയിൽസ് എന്നുള്ളത് കിടക്കുന്നുണ്ട്. ഓക്കെ ആയോ? അത്രയൊക്കെ ആയില്ലേ? അപ്പൊ സെയിൽസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മള് ഉപയോഗിക്കുന്നത് എന്താണ്? ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ആ വെർബ് ഇവിടെ ഫാർമർ എന്ന് പറയുന്ന പ്രസന്റിലാണ് കിടക്കുന്നത്. ആ പ്രസന്റ് ഒരിക്കലും പ്രസന്റ് ടെൻസിൽ നിന്ന് അതിന് ആ സെന്റൻസിനെ മാറ്റേണ്ട യാതൊരുവിധ ആവശ്യമില്ല. മനസ്സിലായോ? പ്രസന്റ് ടെൻസിൽ തന്നെയാണ് സെന്റൻസ് കിടക്കുന്നതെങ്കിൽ അത് പ്രസന്റ് ടെൻസിൽ തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് ഇവിടെ പറഞ്ഞു ഐ ആം എ ഫാർമർ അല്ലെ. നമ്മ പറയുമ്പോഴെന്നു രാജു ചോദിച്ചു അവനൊരു ഫാർമർ ആണെന്ന് അല്ലെ. രാജു ചോദിക്കാണ് അവനൊരു ഫാർമർ ആണോ എന്ന് ചോദിച്ചു. അത്രയല്ലേ ചോദിക്കുള്ളൂ നമ്മള്. അവൻ അല്ലെ. അപ്പൊ ഇവിടെ ചേർക്കേണ്ട എന്താണ്? സെയ്സ് ദാറ്റ് കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലെ. സെയ്സ് ദാറ്റ് കഴിഞ്ഞു കഴിഞ്ഞാല് വേഗം എന്ത് ചേർക്കണം? സെയ്സ് ദാറ്റ് കഴിഞ്ഞു കഴിഞ്ഞാല് ഉടനെ തന്നെ എന്ത് ചേർക്കുക? സബ്ജക്റ്റ്. ഇവിടെ സബ്ജക്റ്റ് എന്തായി മാറുന്നു? ഐ എന്തായിട്ട് മാറുന്നു? ഐ ചേഞ്ച് ഹീ ആയിട്ട് മാറുന്നു അല്ലെ. അപ്പോ ഹീ എന്നത് ആ ഹീയുടെ കൂടെ നമ്മൾ പ്രസന്റ് തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. വെർബിന്റെ പ്രസന്റ്, ഹെൽപ്പിംഗ് വെർബിന്റെ പ്രസന്റ് തന്നെ അല്ലേ.
ഏതൊക്കെയാണ് പ്രസന്റ് ആയിട്ട് വരുന്നത്? ഹീന്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? സിംഗുലർ ആണ് ഹി അല്ലേ? അപ്പൊ എന്ത് ഉപയോഗിക്കണം? ഈസ് ഉപയോഗിക്കോ ആർ ഉപയോഗിക്കോ? ഈസ് അല്ലേ? അപ്പോ ഹി ഈസ്, അതാണ് ചേഞ്ച് വരാൻ പാടില്ല എന്ന് പറഞ്ഞത്. പ്രസന്റ് ടെൻസിൽ തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഹി ഈസ് എ ഫാർമർ. ഏതാണ് ശരി ഉത്തരം? ഇതാണ് സേയ്സ് കേട്ടോ, സെഡ് അല്ല കേട്ടോ, തെറ്റാണ്. സേയ്സ് ദാറ്റ് ഹി ഈസ് എ ഫാർമർ. ഇവിടെ വാസ് വന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എന്താണ് പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് നമുക്ക് അത് ഉപയോഗിക്കണ്ട. പാസ്റ്റ് ടെൻസ് വന്നുകൊണ്ട് വാസ് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കണ്ട. അപ്പോ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ക്വസ്റ്റ്യൻ വേർഡ് വന്നു കഴിഞ്ഞാല് ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം എന്ത് ഉപയോഗിക്കണം? സബ്ജക്റ്റ് ഉപയോഗിക്കണം. ഓക്കെ, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേണം ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കാൻ. ഈ നിയമം മനസ്സിലാക്കി വെക്കുക. എപ്പോഴും അത് ബേസ് ചെയ്തേ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. പിന്നെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരും സേസ് വെച്ച് വരുമ്പോൾ തന്നിരിക്കുന്ന വെളിയിൽ തന്നിരിക്കുന്നത് പ്രസന്റ് ടെൻസിലാണെങ്കിൽ അത് മാറ്റേണ്ട ആവശ്യമില്ല. അത് പ്രസന്റ് ടെൻസിൽ തന്നെ നമുക്ക് കൊടുക്കാം. അവിടെ വാസോ വേറോ ഇതൊക്കെ വന്നു കഴിഞ്ഞ് നമുക്ക് ആ സെന്റൻസ് വേണ്ടാന്ന് വെക്കാം. പുറത്ത് സെഡോ ടോൾഡോ ആസ്കഡോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് ശരിയല്ല എന്ന് മനസ്സിലാക്കൊള്ളാം. കേട്ടോ? ഓക്കെ, ഓക്കെയോ? സംശയമുണ്ടോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല മിസ്. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ഒരു ഇതും കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന്. The teacher asked him, where did you go yesterday? അല്ലെ, എന്ത് വേർഡാണെന്ന് മനസ്സിലായി? ആദ്യം തന്നെ എന്ത് മനസ്സിലാക്കണം? എന്ത് വേർഡാണത്? It's a statement or question word? Is it a statement or question word? Question word അല്ലേ? കാരണം what's the reason? വേറെ അല്ലേ? അപ്പോ നമ്മൾ പറഞ്ഞ നിയമം അനുസരിച്ച് വേറെ വന്നു അല്ലെ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വേർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ എന്താണ് ചേർക്കേണ്ടത്? സബ്ജക്ട് വെർബ് അല്ലെ? ഹെൽപ്പിംഗ് വെർബ് ഓക്സിലറി. ക്വസ്റ്റ്യൻ വേർഡിനെ സ്റ്റേറ്റ്മെന്റിലേക്ക് ആക്കുമ്പോൾ നമുക്ക് എന്തിലേക്ക് ആക്കണത്? ചേഞ്ച് ഇറ്റ് ആസ് എ സ്റ്റേറ്റ്മെന്റ് അല്ലെ? സ്റ്റേറ്റ്മെന്റ് ഫോമിലേക്ക് വരണം. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചേർക്കണം? സബ്ജക്ട് പ്ലസ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ വേർഡ് ചേർത്തു അല്ലെ? ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് എന്ത് ചേർക്കണം? വെർബ് അല്ലെ? അതായിട്ട് വെർബ് പ്ലസ് എന്ത് വരണം? വെർബ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ്. ഈ ഒരു ഫോമിലായിരിക്കണം വരേണ്ടത്. എന്താണ്? സബ്ജക്ട് വെർബ് കഴിഞ്ഞിട്ട് ഹെൽപ്പിംഗ് വെർബ്. അപ്പോ നോക്കുക, ദ ടീച്ചർ ആസ്ക്ഡ് ഹിം where അല്ലെ? അവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്ക്, where did you go yesterday ആണ് അല്ലെ? where did you yesterday എന്നുള്ളത് പ്രീവിയസ് ഡേ, കഴിഞ്ഞ ദിവസം നീ എവിടെ പോയി, എവിടെ പോയിരുന്നു എന്നാണ് നമ്മള് ചോദിക്കണം അല്ലെ? നീ എവിടെ പോയിരുന്നു? അപ്പൊ മറ്റൊരാള് കേട്ടിട്ട് അവനോട് എന്താണ് ചോദിച്ചു, അവൻ എവിടെ പോയിരുന്നു എന്ന് ടീച്ചർ ചോദിച്ചു അല്ലെ? അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ? എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു എന്നല്ലേ പറയാൻ പറ്റുള്ളൂ? അപ്പോ ഇപ്പൊ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ എന്താണ് വന്നത്? ഡിഡ് വന്നിരിക്കുന്നത്? ശ്രദ്ധിച്ചില്ല? ഡിഡ് അല്ലേ വന്നിരിക്കുന്നത്? ഈ ഡിഡ് എന്തായിട്ട് മാറണമെന്നാ പറഞ്ഞത്? സിമ്പിൾ പാസ്റ്റ് ചേഞ്ച് ആസ് will be changed as past perfect. എന്തായിട്ട് മാറുന്നു? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറുന്നു. അതൊക്കെ എന്താണ്? ഓർത്ത് വെച്ചേക്കാം അല്ലെ? അപ്പൊ എന്ത് വരും? ഹാഡ് പ്ലസ് V3. ഇവിടെ എന്താ വരുന്നത്? ഹാഡ് പ്ലസ് V3. ഓക്കെ, ഒരു സബ്ജക്ട് ഒരു എന്താണ്? ഒരു
സെന്റൻസില് ഇങ്ങനെ ഡിഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിചാരിക്കുക അത് ഹാഡ് പ്ലസ് V3 ആയിട്ടുള്ളൂ. ഓക്കെ, ഡിഡ് കണ്ടു കഴിഞ്ഞാൽ ആ സെന്റൻസ് എന്തിലേക്ക് മാറ്റണം? ഹാഡ് പ്ലസ് V3യിലേക്ക് മാറ്റണം. ഇവിടെ അങ്ങനെ ഹാഡ് പ്ലസ് V3യിലേക്ക് വന്നിരിക്കുന്ന ഏതെങ്കിലും സെന്റൻസ് ഉണ്ടോ എന്നൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത എല്ലാവരും. സി അല്ലേ മിസ്? സി ആണോ? ആ അല്ലെ, കറക്റ്റ് അല്ലേ? ബീൻ ചേർക്കാൻ പാടുണ്ടോ നമ്മള്? അപ്പൊ ഹി ഹാസ് ഗോൺ, ഗോൺ എന്ന് ഹി ഹാസ് എന്നുള്ളത് എന്താണ്? പ്രസന്റ് ആണ് അല്ലെ? അപ്പൊ അത് അത് പാടില്ല. അപ്പൊ ചോദിച്ചോളൂ മേഘ. മേഘ ഞാൻ പറഞ്ഞത് അത് പറ്റില്ല അല്ലെ? പിന്നെ ചാൻസ് ഉള്ളത് എന്താണ്? ഹാഡ് ബീൻ എന്നുള്ളത് ചേർക്കാൻ പാടുണ്ടോ നിയമം അനുസരിച്ച്? ഇല്ല അല്ലെ? പിന്നെ ഹി വാസ് ഗോയിങ്, അതൊട്ടും പറ്റില്ല എന്ന് മനസ്സിലാക്കാം അല്ലെ? അപ്പൊ നമുക്ക് ശരിയായ ഉത്തരം ഹി ഹാഡ് ഗോൺ പ്രീവിയസ് ഡേ. ഓക്കെ, ഓക്കെ ആയോ? ഇത്രയും ക്വസ്റ്റ്യൻ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസേ നമ്മൾ എക്സാംസ് ബേസ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഈ നിയമങ്ങള് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മാത്രം മതി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി റിപ്പോർട്ടർ സ്പീച്ചില്. പറഞ്ഞ കാര്യങ്ങള് ഞാൻ പറഞ്ഞ കാര്യങ്ങള് ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ വേർഡ് വന്നാൽ എങ്ങനെ എഴുതണം എന്നുള്ളത്, ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം എന്ത് കൊടുക്കണം? ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? അല്ലേ? അത് യൂസ് ചെയ്യാ. പിന്നെ സെയിൽസ് എന്ന് ശ്രദ്ധിക്കുക. പ്രസന്റ് ടെൻസ് ആണ് പുറത്ത് കിടക്കുന്നതെങ്കിൽ ആ സെന്റൻസിനെ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അത് പ്രസന്റ് ടെൻസിൽ തന്നെ കൊടുക്കാൻ പാടുള്ളൂ അല്ലെ? ഡിഡ് ആണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നതെങ്കിൽ ഡിഡ് ഹാഡ് പ്ലസ് V3 ആയിട്ട് മാറും. ഓക്കെ ആയോ എല്ലാവരും? എന്താണ്? ഓക്കെ ആണ് പറഞ്ഞത്. ഓക്കെ ആണ്. ഓക്കെ, അപ്പോ എല്ലാവരും ഇത് വെച്ചിട്ട് ഞാൻ കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് നോട്ട് ഇട്ട് തരാം. അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോഴും കുറച്ചും കൂടി ഇതായിക്കോളും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങള് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യാ? നിങ്ങൾക്ക് ഇനി ക്ലാസ് ഇല്ല അല്ലേ? ഇല്ല. അപ്പൊ ഒന്ന് മര്യാദ ഈ നിയമങ്ങൾ വെച്ച് നോക്കി തന്നെ എന്ത് ചെയ്യാ? ഇത്രയും മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും ചിന്തിക്കണ്ട. റിപ്പോർട്ട് സ്പീച്ച് വലിയൊരു ഇതായിട്ട് വാസ്റ്റ് ആയിട്ട് ഒന്നും എടുക്കണ്ട. ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു പ്രോസ്പെറസ് ആൻഡ് ഹാപ്പി ലൈഫ്. Thank you, ma'am. Thank you. Okay. Thank you, miss. Okay. മിസ്സാണോ മിസ്സിന്റെ ക്വസ്റ്റ്യൻ ഇടുന്നത് ഞങ്ങക്ക്? എന്താ പറഞ്ഞേ? മിസ്സാണ് ഞങ്ങക്ക് ക്വസ്റ്റ്യൻ ഇടുന്നത്. ഞാൻ തരാം. കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനാണ് കേട്ടോ. ഓക്കെ ഓക്കെ, അന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്. Okay.